ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഇട്ട വ്ളോഗിന് നല്ല റീച്ച് കിട്ടി. ഒരു 5-6 പേര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും നമ്മൾ പാല് വാങ്ങിക്കാൻ പോവുകയാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇവർ പാലും കൊണ്ട് വരികയാണ്. അങ്ങനെ ഇപ്പം അവരുടെ വീട്ടിൽ നിന്ന് അവർ പാല് കറന്നിട്ട് ഓരോ സൊസൈറ്റികളിലൊക്കെ ചെന്ന് കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ സാധാരണ ചെയ്യുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ്, അതായത് നമ്മുടെ അതെ. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, നമ്മുടെ ക്രിക്കറ്റ് അക്കാദമിയും അങ്ങനെയൊക്കെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പീക്കോക്ക് വന്നായിരുന്നു. പീലിയൊക്കെ വിടർത്തിയായിരുന്നു. പീലി വിടർത്തിയതിൻ്റെ വീഡിയോ ഇല്ല, പക്ഷേ അടുത്ത് വന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നോ? അതാണ്ട് ഇവിടെ അണ്ണാൻ. ഇവിടുത്തെ അണ്ണാൻ എന്ന് പറയുമ്പോൾ അതിനൊരു പേടിയുമില്ല. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? കണ്ടോ കണ്ടോ, അതിൻ്റെ അടുത്തൊരു അണ്ണാൻ. അണ്ണാനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ അണ്ണാൻ വേറൊരു കളറാണ്. നമ്മുടെ നാട്ടിൽ അത്രയും ഡാർക്കല്ല, കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറാണ് ഇവിടുത്തെ അണ്ണാനുള്ളത്. ഇതേ നിങ്ങൾക്ക് ദൂരെ കാണാമോ 2 അമ്മച്ചിമാർ വരുന്നത്. ഇങ്ങനെ അവർ രാവിലെ ഡെയിലി ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ഇവിടുത്തെ അമ്പലത്തിൽ എന്താ അവരുടെ കയ്യിൽ നിന്നുള്ളത് എനിക്കറിയില്ല. പാലും പഴവുമാണോ അതോ ജസ്റ്റ് വെള്ളവും പൂക്കളും ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതാണ് അവരുടെ അറ്റയർ. ഒരു ഷോളൊക്കെ പൊതിഞ്ഞ് അങ്ങനെ അവർ പോകും. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ കുറേ കൂട്ടമായിട്ട് ഒരു 5-6 പേരായിട്ട് തിരിച്ചു പോകും. ഇപ്പം 2 പേരല്ലേ ഉള്ളൂ. യൂണിയൻ, അതെ, ഇവിടുത്തെ ഒരു യൂണിയനാണ് അവരുടേത്. അപ്പോൾ അവരിങ്ങനെ ഇപ്പം 2 പേര് അങ്ങോട്ട് ചെന്നു. ഇനി എല്ലാവരും വരുന്നിടം വരെ അവരവിടെ വെയിറ്റ് ചെയ്യും. എല്ലാവരും കൂടി ഈ റോഡ് നിറയെ അങ്ങോട്ട് നിന്ന് നടത്തമൊക്കെ ഉണ്ട്. നല്ല അവരുടെ കാണിക്കാം. അതെ, ഇന്നത്തെ വ്ളോഗ് കിട്ടത്തില്ലായിരിക്കും. ആരാ പോയത്? ആകാശത്തിലെ തിമിംഗലം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. മെയിൻലി ഓൾഡ് പീപ്പിൾ, അതായത് കുറച്ചുകൂടെ ഒരു 60s എബോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഒരു യൂണിയനാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഔട്ടിങ്, അവരുടേതായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിലും അവരൊരു 12-15 ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ്, ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത്. അതെ, പിന്നെ ഇവരുടെ കല്യാണത്തിൻ്റെ സീസണാണിപ്പം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാട്ടും മേളവും ഒക്കെ ഉണ്ട്. ദാണ്ട് ആ ഗ്യാങ്ങിലുള്ള വേറൊരു അമ്മച്ചിയായിരുന്നു. എല്ലാവരുടെ കയ്യിലും ഇതുപോലൊരു ബാസ്ക്കറ്റും ഒരു പാലെടുക്കുന്ന പാത്രം പോലത്തെ ഒരു പാത്രവും കാണും. അപ്പോൾ അവർ ഇങ്ങനെയാണ് പൊതുവേ പോകുന്നത്. ഇനി അവരെല്ലാം അവിടെ ചെന്ന് നിന്ന് ഒന്നിച്ച് തിരിച്ച് വരും. അവർക്കൊരു ഡെയിലി റുട്ടീൻ. നല്ല രസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കാതെ അമ്പലത്തിൽ പോകുന്നു, അവളെ ഒന്ന് കാണുന്നു. ഇതാരാ ഇവിടെ എല്ലാം കുളിച്ചൊരുങ്ങി സുന്ദരന്മാരായിട്ട് കിടന്നുറങ്ങുന്നേ. സൺ ബാത്തിങ് ചെയ്യുവാണ് എല്ലാവരും. ഭയങ്കര റിലാക്സിങ് ഡേ ആണ് അവർക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പം ലൈഫ് എൻജോയ് ചെയ്യാനുണ്ട്, പക്ഷേ പകുതിയോളം ആൾക്കാർ ഭയങ്കര റഷാണ് അവരുടെ ലൈഫിൽ. പക്ഷെ ഇവിടെ ഭയങ്കര കാമാണ്. പിന്നെ ഒരു ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ട് അവർക്ക് കൂടുതലായിട്ടും. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മെയിൻലി അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് പശുവിനെ വളർത്തുക, പാല് വിൽക്കുക, പിന്നെ കുറച്ച് അഗ്രികൾച്ചർ ഉണ്ട്, പിന്നെ നെയ്യ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ വാവ്, നിങ്ങൾക്ക് പീകോക്കിനെ കാണാമോ? പീഹനെ കാണാമോ? ഓ, ഇന്ന് കാണുന്നവർക്ക് ഭാഗ്യമുണ്ട്. ഇങ്ങോട്ട് നടന്നൊക്കെ വന്നു. വാവ്, കണ്ടോ പീഹൻ അത്രയും കളറില്ല പീകോക്കിൻ്റെ അത്രയും. പീകോക്കിൻ്റെ ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര ഗ്രീനിഷ് ബ്ലൂ കളറാണ്.
അങ്ങനെ അതിന് ഭയങ്കര ഒരു സൗന്ദര്യമാണ്. ഇതിപ്പോൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇവിടുത്തെ കൂട്ടങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. സോ ഇഫ് യു ആർ ലക്കി യു ക്യാൻ സീ മോർ. നാട് നമ്മൾ കണ്ട മൽമരം, നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഇഷ്ടം പോലെ കായുണ്ടായിരുന്നല്ലേ. ബട്ട് ഇപ്പം ആ ഗ്രീനറി എന്ന് പറയുന്നത് അതിൻ്റെ ലീഫാണ്. കായൊക്കെ കുറേ കാലം ഉണ്ട്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ലീഫും വേണ്ടയല്ല, എന്നാലല്ലേ അത് നിൽക്കത്തുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ്. ഒരു കുഞ്ഞു റൂമും അതിനകത്ത് ലോകത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും. അങ്ങനെയാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഇത് കണ്ടോ, ഇവിടുത്തെ സ്കൂളിലെ പിള്ളേരെ കൊണ്ടുവരുന്ന വാനാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒമ്നി വാൻ, പക്ഷേ ഒമ്നി അല്ല, ഈക്കോ. ഇവിടുത്തെ അസംബ്ലിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. ഇതാണ് സ്കൂളിൻ്റെ അകവശം. ഇവിടെ രാവിലെ വരുമ്പോൾ അസംബ്ലിയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇന്നില്ല. ഡ്രില്ലും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മുടെ പാലുകാരിയുടെ ആ ഗള്ളിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ബ്ലാങ്കറ്റൊക്കെ നനച്ച് ഉണക്കുന്ന സമയമാണ്. വിൻ്ററൊക്കെ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ വന്ന് ഇനി ഇവർ അടുത്ത ഒരു ദീപാവലി വരെ അത് പൊതിഞ്ഞ് അങ്ങ് വെക്കും. അപ്പം ദീപാവലി കഴിയുമ്പോഴാണ് സാധാരണ ഇവിടെ തണുപ്പ് തുടങ്ങുന്നത്. അപ്പം ദീപാവലി ആകുമ്പോഴത്തേക്കും എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്ത് തണുപ്പിൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുക്കും. ഇത് കണ്ടോ, ഇതാണ് ഒരൽ. അവരാരും കണ്ടാലോ. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ അന്നന്ന് വേണ്ടിയ സാധനങ്ങൾ, അതായത് ബാജറ, ഗെയു, വീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അന്നന്ന് തന്നെ അങ്ങ് പൊടിച്ചങ്ങ് കഴിക്കും. അങ്ങനെയാണ് അവരുടെ രീതി. അങ്ങനെ നമ്മുടെ പാലുകാരിയുടെ വീട് വന്നിരിക്കുകയാണ്. ഇതാണ് കണ്ടോ, അകത്ത് പാലുകാരി നിന്ന് ഇതെല്ലാം ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് പാല് വാങ്ങിക്കാം. കണ്ടോ, അതാ ഞങ്ങൾ പണ്ട് പാല് വാങ്ങിച്ചുകൊണ്ടിരുന്ന വീടാണത്. പിന്നെ അവർ റേറ്റൊക്കെ വല്ലാതെ കൂട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് മാറി. ഇനി ഇവിടം കടന്ന് കയറണം, നോക്കാം. കണ്ടോ ഗൈസ്, നമ്മുടെ പണ്ടത്തെ മൽബറി എല്ലാം താഴെ വീണ് എല്ലാവരും ചവിട്ടി. ഇപ്പം കണ്ടോ, കൂടുതൽ ഇലയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മൽബറി കാതാണ്ട്. താഴോട്ട് നോക്കി, ഇതെല്ലാം മൽബറിയാണ് കിടക്കുന്നത്. ഇതെല്ലാം മൽബറിക്കായുണ്ടോ, ഇതെല്ലാം കണ്ടോ, അത്രയ്ക്കും അത് പൊഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പം മാക്സിമം ഇലകളായിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ആ പ്ലാന്റിന് വേണ്ടിയത്. ഒത്തിരി ഫ്രൂട്ടിനെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എന്തെങ്കിലും റീസൺ കാണും. നേച്ചർ ഹാസ് എസ് ഓൺ മെക്കാനിസം ഓഫ് സർവൈവൽ അല്ലേ. നമ്മൾ വിചാരിക്കുന്നതിലും ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആണ് നേച്ചർ. നമ്മളൊന്നും ചെയ്യാതെ അങ്ങ് ഇരുന്നാൽ മതി. കണ്ടോ ഒരു കിളി. എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവർ അലേർട്ട് ആവുന്നുണ്ടോയെന്ന് തോന്നുന്നു അല്ലേ. ഏതാണ്ട് പോന്നു. നമ്മൾ നേരത്തെയും പീഹൻ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമായിരുന്നു. പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പം പീഹനും പോയി. ഓക്കെ, അവിടെ എന്തോ ഫാക്ടറി എങ്ങോണ്ടാണെന്ന് തോന്നുന്നു. എന്തോന്നറിയില്ല. പുള്ളി അതാണ്ട് ഇടുകയും തിരിച്ചിടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ നോക്കി വരുന്നത് നമ്മുടെ പീകോക്കിനെയാണ്. നമ്മളങ്ങോട്ട് പോയപ്പോൾ തന്നെ അതിന് അടുത്തോട്ട് പോയത്. ആണ്ട് അവിടെ ഒരു പശു നമ്മൾക്ക് വേണ്ടി പോസ് ചെയ്യുന്നു കണ്ടോ. പീകോക്കോ എവിടെ? പീകോക്കാണ്, വേറെ തന്നെ. ശരിയാ. എന്ത് എനിക്ക് കാണുന്നില്ലല്ലോ. ചിലപ്പോൾ താഴോട്ട് പോകും, ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡിനകത്തൊക്കെ പീഹനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല. ഇതാണ് ഇവിടെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഓട്ടോ. ഇതിനകത്ത് ഏകദേശം എല്ലാ സാധനങ്ങളും കൊള്ളും. നാല് സ്ക്വരൽ കണ്ടോ, ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തോട്ടും മതിലേലോട്ടും എല്ലാം ചാടി ചാടി പോകുന്നു. ആണ് മുരിങ്ങയ്ക്ക ഉണ്ടാവാൻ റെഡി ആയിട്ട് പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് പണിയുന്നുണ്ട്.
ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഏകദേശം പണിയുമാണ്. പണിയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, നമ്മൾ വിചാരിക്കുന്നതിലും ഫാസ്റ്റാണ്. ദാണ്ടൊരു സ്ക്വരൽ ചിലപ്പം ഇങ്ങോട്ട് വരും, ചിലപ്പം അങ്ങോട്ട് പോകും. ദാണ്ട് 2 പേരുണ്ട് കണ്ടോ. ഒരാൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ ഈ പ്രാവുകൾക്കും ആനിമൽസിനും ഒക്കെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. സ്നേഹനിധിയായ സൊസൈറ്റിക്കാർ. ഈ ക്രിക്കറ്റ് അക്കാദമിയിൽ മുഴുവൻ നെറ്റ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്നവരുടെ മണ്ടയ്ക്കോട്ട് വീണ് അവർക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നെറ്റ് അടിച്ചേക്കുന്നത്. ഇതിനകത്ത് പിക്കിൾ ബോൾ എന്ന് പറയുന്നൊരു സ്പോർട്ട് അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബാഡ്മിൻ്റൺ പോലെ തന്നെ, പക്ഷെ നെറ്റല്ല ആ ബാറ്റ്, ജസ്റ്റ് ഭയങ്കര ഹാർഡാണ്. പിന്നെ അത് അങ്ങനെ നമ്മുടെ ടേബിൾ ടെന്നീസിൻ്റെ ഒരു വലിയ വേർഷൻ എന്നും വേണേൽ പറയാം എന്നാണ് എൻ്റെ ഒരു ഗസ്. അതുകൊണ്ട് ഇവിടെ ഈ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം മൽബറിയാണ്. ഇത് വലിയൊരു മൽബറി. അയ്യോ, അതെന്തൊരു സൗണ്ടാ അല്ലേ, അതെന്തൊരു സോക്കേടാ അല്ലേ. ഇവരുടെ ഓണായിട്ട് വെച്ചിരിക്കുന്നത് അവർ ആംബുലൻസിൻ്റെ ഇതാണ്. അത് ഭയങ്കര മിസ്ലീഡിങ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ആക്ഷനൊക്കെ എടുക്കും, പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവിടെ ചിലപ്പോൾ സ്കൂട്ടറിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ട്രക്കാണ് പുറകെ വരുന്നത്. അത്രയും അങ്ങനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ ഫോളോ ചെയ്യുന്നവരല്ല ഇവിടെ. അതാണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന കരിയില കിളികൾ, കരിയില, മൈന, സ്ക്വിറൽ, അതൊക്കെ ഇവിടെ കോമൺ ആണ്. പിന്നെ കുറച്ചുകൂടെ റെയറായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പാരറ്റ്, പിന്നെ സൈബേറിയൻ ക്രെയിനെയൊക്കെ ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ പീകോക്ക്, പീഹൻ, പിന്നെ മങ്കീസ് എല്ലാം ഉണ്ട് ഇവിടെ. ചെറിയൊരു നാഷണൽ പാർക്കാണ്.